സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ എല്ലാ പ്രതിസന്ധികളോടും പോരാടുക, ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെയോ അറിവിൻ്റെയോ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും ഉള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. വഴക്കുകൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുകൂടിയാണ്. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ്. ആദ്യം മാർഗങ്ങളെ പൊളിച്ചു പണിയുക, പിന്നീട് പരിശ്രമിക്കുക. വിജയം നമ്മിലേക്ക് വരും. ഇന്ന് നിന്നെ അവഗണിച്ചവർ, ഇന്ന് നിന്നെ പരിഹസിച്ചവർ, ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. അപ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കണം. കാരണം അത് നിന്റെ വിജയമാണ്. മറ്റൊരാളോട് തോന്നുന്ന പ്രതികാരം, അത് മറക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത്, എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ സംതൃപ്തി അളക്കുന്നത്. സ്നേഹിക്കാൻ ഒരു കുടുംബവും കുറച്ചു നല്ല കൂട്ടുകാരും തലചായ്ക്കാൻ ഒരു വീടുമുണ്ടെങ്കിൽ അതും സമ്പന്നതയാണ്. മുൻവിധികൾ വേണ്ട, ഒരിക്കൽ ഇഴഞ്ഞു നീങ്ങിയവർ അവഗണിച്ചവർക്ക് മുകളിലൂടെ ഇന്ന് പറക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും സ്വയം തോറ്റുകൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല.